സംസ്ഥാനത്തെ കർഷകർക്കും സ്കൂൾ കുട്ടികൾക്കും ഒരുപോലെ ആശ്വാസം നൽകുന്ന വാർത്തകളാണ് ഇന്ന് പുറത്തുവരുന്നത്. അതോടൊപ്പം ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗിലും ട്രാഫിക് നിയമങ്ങളിലും വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള അറിയിപ്പുകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ പ്രധാന അറിയിപ്പ് ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് ലഭിച്ച പഴയ ചെല്ലാനുകളിലെ പിഴത്തുകയിൽ 50% ഇളവ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആർക്കൊക്കെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക? 2024 ഡിസംബർ 30 മുമ്പ് ചാർജ് ചെയ്ത ട്രാഫിക് കേസുകൾ ഉള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. നിലവിലുള്ള പിഴത്തുകയുടെ പകുതി തുക മാത്രം അടച്ചാൽ മതി. ഈ ഇളവ് ലഭിക്കണമെങ്കിൽ 2026 ഏപ്രിൽ 30 തന്നെ പണമടച്ചു തീർക്കണം. അടുത്ത അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനായി വൈകുന്നേരം 6 മണിക്ക് ശേഷമുള്ള സമയം ഉപയോഗിക്കാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകി. നിലവിൽ സാധാരണയേക്കാൾ 10 ഇരട്ടി വരെ തിരക്കാണ് ബുക്കിംഗ് സെർവറുകളിൽ അനുഭവപ്പെടുന്നത്. തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ ബുക്കിംഗ് നടത്തുന്നത് പ്രക്രിയ വേഗത്തിലാക്കാൻ സഹായിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം പൈപ്പ് വഴി പ്രകൃതിവാതകമുള്ളവർക്ക് ഇനി LPG കിട്ടില്ല. ഭേദഗതി ഉത്തരവ് പുറത്തിറക്കി പെട്രോളിയം മന്ത്രാലയം. പൈപ്പ് വഴി പ്രകൃതിവാതകമുള്ളവർക്ക് LPG സിലിണ്ടറുകൾ സറണ്ടർ ചെയ്യാൻ നിർദ്ദേശം നൽകി. ഇത്തരക്കാർക്ക് LPG നൽകുന്നത് നിരോധിത പ്രവർത്തനമായി കണക്കാക്കും. ഇരട്ട കണക്ഷനുകൾ ഒഴിവാക്കുന്നതിനാണ് നടപടി. അടുത്ത അറിയിപ്പ് കേരളത്തിലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 2 കിലോഗ്രാം സ്പെഷ്യൽ അരി വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികൾക്കാണ് അരി ലഭിക്കുക. മധ്യവേനൽ അവധിക്ക് സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നോടിയായി മാർച്ച് 31-നകം അരി വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. സ്കൂളുകളിൽ പഴയ അരി സ്റ്റോക്കുണ്ടെങ്കിൽ ഈ 2 കിലോ സ്പെഷ്യൽ അരിയോടൊപ്പം അതുകൂടി ചേർത്ത് വിദ്യാർത്ഥികൾക്ക് തുല്യമായി വിതരണം ചെയ്യാവുന്നതാണ്. അടുത്ത പ്രധാന അറിയിപ്പ് 2000 രൂപ കർഷക പെൻഷൻ 10,115 പേർക്ക് കൂടി അനുവദിക്കും. 2021 ശേഷം 60 വയസ്സ് തികഞ്ഞ 10,115 കർഷകർക്ക് കൂടി ചെറുകിട നാമമാത്ര കർഷക പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2000 രൂപ പെൻഷൻ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇതിനു പുറമെ കൃഷിവകുപ്പ് ഡയറക്ടർ പുതിയതായി ലഭ്യമാക്കിയ 2,225 കർഷകരുടെ പെൻഷൻ അപേക്ഷകൾ കൂടി സമയബന്ധിതമായി പരിശോധിച്ച് തീരുമാനമെടുക്കാൻ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. മറ്റൊരു അറിയിപ്പുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം 6 മാസത്തെ കുടിശ്ശിക വിതരണം ഉടൻ ആരംഭിക്കും. 9,600 രൂപയാണ് കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.